ഹേയ് ഓൾ ലേൺവേഴ്സിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി യൂണിറ്റ് 1ന്റെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തിരുന്നു. യൂണിറ്റ് 1ന്റെ പേര് റോമൻ എംപയർ പൊളിറ്റിക്കൽ സിസ്റ്റം എന്നായിരുന്നു. നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കലി റോമൻ എംപയറിലായിട്ടുള്ള ഓരോ സ്റ്റേജിലെ ഡെവലപ്മെന്റ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ പ്ലേബിയൻസ് പെട്രീഷ്യൻസുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് നോക്കി, റിപ്പബ്ലിക്കൻ സമയത്തുള്ള പൊളിറ്റിക്കൽ ഭാഗത്തുണ്ടായിട്ടുള്ള ചില ഡെവലപ്മെന്റ്സ് നോക്കി. നമ്മൾ അതിന്റെ സ്റ്റേജുകളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടായിരിക്കും, ഈ യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ടായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാച്ചി ബ്രദേഴ്സ്, അതായത് ഇത് രണ്ട് സഹോദരന്മാരാണ്. ഈ രണ്ടുപേരുടെ പേരാണ് ടൈബീരിയസ് ഗ്രാച്ചസും ഗായൂസ് ഗ്രാച്ചസും എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാരാണ്. ഈ രണ്ട് സഹോദരന്മാരെയും ഒരുമിച്ച് ഗ്രാച്ചി ബ്രദേഴ്സ് എന്ന് പറയും. ഇവരുടെ റീഫോംസ്, ഇവരുടെ ഭരണപരിഷ്കാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ പരിഷ്കാരമാണ് ഡിക്ലൈൻ ഓഫ് ദ പെസൻട്രി ഓർ അസീഡിയോ ക്ലാസ്. അസീഡിയോ ക്ലാസ് എന്ന് പറയുന്നത് പെസൻട്രി, കർഷകരായിരുന്നു. കർഷക ക്ലാസിന്റെ ഡിക്ലൈൻ, അതിന്റെ തകർച്ച, അത് ഇവര് ഈ ഗ്രാച്ചി ബ്രദേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റീഫോമിന്റെ ഒരു അനന്തരഫലമായിരുന്നു ഡിക്ലൈൻ ഓഫ് പെസൻട്രി ക്ലാസ്. War of conquest led to decline in the peasantry, who provided manpower for successful campaigns but received nothing in return. ഈ യുദ്ധങ്ങള് എന്താണ് ഈ പെസൻട്രി ക്ലാസിന്റെ ഡിക്ലൈന് കാരണമാവുന്നുണ്ട്. റോമൻ ലോ റിക്വയർഡ് അഡൽട്ട് മെയിൽ സിറ്റിസൺസ് വിത്ത് മിനിമം പ്രോപ്പർട്ടി ക്വാളിഫിക്കേഷൻ ടു സെർവ് ഇൻ ദ ആർമി. റോമയില് പല നിയമങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു ഒരു പുരുഷന്, ഒരു അഡൽട്ടിന്, ഒരു പ്രായപൂർത്തിയായ ഒരു പുരുഷന് മിനിമം കുറച്ച് സ്വത്തുണ്ടെങ്കിലേ ആർമിയിൽ സെർവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതൊരു നിയമമായിരുന്നു. ഇത് എന്താണ്, ഈ ആർമിയിലുള്ള പല ആൾക്കാരുടെയും മരണത്തിന് ശേഷം ആർമിയിലെ ആൾക്കാരില്ലാതായി. കാരണം ആർമിയിൽ സെർവ് ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും സ്വത്ത് വേണം. അങ്ങനെ സ്വത്തില്ലാത്ത ഒരു ക്ലാസ് വന്നപ്പോൾ, അല്ലെങ്കിൽ പെസൻട്രിയിൽ ഒരു ഡിക്ലൈൻ വന്നപ്പോൾ ആർമിയിൽ സെർവ് ചെയ്യാൻ ആളില്ലാതെ വന്നു. സർവൈവിംഗ് പെസൻസ് were unable to maintain their farm and increasingly absorbed by the nobility. After 146 BC, peasant struggles focus on land reform. 146 BCക്ക് ശേഷം പെസൻസ് ഫേസ് ചെയ്തിരുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാൻഡ് റീഫോം. അതായത് എന്താണ് ലാൻഡ് റീഫോം, ഭൂമിയിലെ അല്ലെങ്കിൽ ഒരു ലാൻഡിലെ ചുറ്റപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു പിന്നീട് വന്നത്. The Senate violently opposed land reform introduced by Tiberius Gracchus, leading to his assassination. നമ്മൾ പറഞ്ഞു രണ്ട് ഗ്രാച്ചി ബ്രദേഴ്സിന്റെ റീഫോംസ് റോമിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അതിൽ ടൈബീരിയസ് ഗ്രാച്ചസ് ചെയ്തിരുന്ന ഒരു ലാൻഡ് റീഫോം, അദ്ദേഹം പ്രസന്റ് ചെയ്ത ലാൻഡ് റീഫോം സെനറ്റ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സെനറ്റ് അതിനെ ഓപ്പോസ് ചെയ്യുകയും അതിനെ എതിർക്കുകയും ടൈബീരിയസ് ഗ്രാച്ചസിനെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചു. ഗായസ് ഗ്രാച്ചസ്, Tiberius' younger brother, attempted a more radical reform for social justice, including provincial administration, taxation, subsidized grain supply, and extending Roman citizenship to Italian allies. ടൈബീരിയസ് ഗ്രാച്ചസ് കൊന്നുകളഞ്ഞു. ഈ കൊന്നുകളഞ്ഞ ടൈബീരിയസിന്റെ യങ് ബ്രദർ, താഴെയുള്ള സഹോദരൻ ഗായസ് ഗ്രാച്ചസ് സോഷ്യലിസ്റ്റ്, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി കുറെ റീഫോംസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചാണ് ഓരോ പ്രൊവിൻസിലുണ്ടാകുന്ന ഭരണത്തിലുണ്ടാകുന്ന ചെറിയ അഡ്മിനിസ്ട്രേഷനിലുണ്ടാകുന്ന കുറച്ച് റീഫോംസ്, ടാക്സിന്റെ കാര്യമുള്ള റീഫോം, ധാന്യ വിതരണത്തിൽ നടക്കുന്ന ചില റീഫോംസ് നടത്തി. റോമൻ നമ്മുടെ പൗരാവകാശം ഇറ്റലിയിലുള്ള ആളുകൾക്ക്, ഇറ്റാലിയൻ ആലീസ്, അതായത് ഇറ്റാലിയായിട്ടുള്ള സന്ധിയിൽ ഏർപ്പെട്ടുള്ള മറ്റു രാജ്യങ്ങളിലെ ആളുകൾക്ക് വരെ പൗരാവകാശം കൊടുത്തേക്കാം എന്ന റീഫോംസ് ഗായസ് ഗ്രാച്ചസ് മുന്നോട്ടിടുകയാണ്. സെനറ്റ് vehemently opposed ഗായസ് ഗ്രാച്ചസ് reform, leading to his murder. അദ്ദേഹത്തിനെയും കൊല്ലുകയാണ് സെനറ്റ് ചെയ്തത്. ടൈബീരിയസിനെ നമ്മൾ ഓടി കൊന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഗായസ് ഗ്രാച്ചസ് ചെയ്യാൻ പോയിരുന്ന പല റീഫോംസിന്റെ ഇതെന്താ അനന്തരഫലം എന്നോണം ഗായസിനെയും കൊന്നുകളയാണ് ചെയ്യുന്നത്.
121 BC-ലാണ് കൊല്ലുന്നത്. പെസന്റ് അഗേഷൻ ഫോർ ലാൻഡ് വാസ് സ്റ്റിഫിൾഡ് ബൈ ദ സപ്രഷൻ ഓഫ് ദ ഗ്രാച്ചി ബ്രദേഴ്സ്. ഗ്രാച്ചി ബ്രദേഴ്സിനെ കൊന്നതിന് ശേഷം പെസന്റ്സിന് മനസ്സിലായാണ് അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ലോസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരും അവരും ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യാണ്. അവരും സംഘർഷങ്ങളിലേക്ക് പോവുകയാണ്. പ്രസന്റ് അൺട്രസ്റ്റ് ഹൈ എൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ദ ഡിക്ലൈൻ ഓഫ് റോമൻ റിപ്പബ്ലിക്. അപ്പോ ഈ റോമൻ റിപ്പബ്ലിക്കിന്റെ ഡിക്ലൈന് പ്രധാനപ്പെട്ട ഒരു കാര്യം, റോമൻ റിപ്പബ്ലിക് ഡിക്ലൈന് പോകുവാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ പെസൻസിന്റെ ഇടപെടൽ, അവരുടെ റോള്. നമ്മൾ ഇതെല്ലാം കണ്ടല്ലോ. ഈ ഗ്രാച്ചി ബ്രദേഴ്സിന്റെ റിഫോംസ് സെനറ്റ് എതിർക്കുന്നു. പെസൻസ് ഗ്രാച്ചി ബ്രദേഴ്സിന് കൂടെയായിരുന്നു. രണ്ടുപേരുടെയും തിരോധാനം പെസൻസിനെയും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അവരും അവരുടെ സംഘർഷവും പിന്നീട് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. പിന്നെ സോൾജേഴ്സിനിടയിലുള്ള ഡിസ്കണ്ടന്റ്, സോൾജേഴ്സ് അതായത് ആർമിയിലായിട്ടുള്ള പട്ടാളക്കാർക്കിടയിലുള്ള ചില പ്രശ്നങ്ങൾ റോമൻ റിപ്പബ്ലിക്കിന്റെ ഡിക്ലൈന് കാരണമായിട്ടുണ്ട്. നമ്മൾ അതാണ് ഇനി നോക്കാൻ പോകുന്നത്. The senatorial aristocracy benefited greatly from wars of expansion, but refused to compensate soldiers who contributed to the victories. നമ്മൾ കണ്ടു സെനറ്റ് ഭയങ്കര പവർഫുൾ ആണെന്ന് കണ്ടു. ഈ യുദ്ധങ്ങൾ പോകുമ്പോൾ സോൾജേഴ്സ് അല്ല, ഈ സെനറ്റിലുള്ള അംഗങ്ങളാണ് കൂടുതലായിട്ട് മെച്ചപ്പെടുന്നത്, കൂടുതലായിട്ട് ഉപകാരം ഉണ്ടാകുന്നത് അവർക്കാണ്. കാരണം വാറിൽ ലഭിക്കുന്ന സ്വത്തുക്കള് കാര്യങ്ങളെല്ലാം കിട്ടുന്നത് സെനറ്റിനായിരുന്നു, അല്ലാതെ സോൾജേഴ്സിനായിരുന്നില്ല. സോൾജേഴ്സ് അജേറ്റിംഗ് ഫോർ ലാൻഡ് റിവാർഡ് അപ്പോൺ ഡിസ്ചാർജ് ബിക്കം ഡിസ്ഇല്യൂഷൻ വിത്ത് ദ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ഈ ഓഫ്കോഴ്സ് നമ്മൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ സോൾജർ തന്റെ ജീവൻ കൊടുത്താണ് തന്റെ രാജ്യത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ തിരിച്ച് കുറച്ച് ചർച്ച ചെയ്യപ്പെടുന്ന, ഐ മീൻ ഒരു മുറിയിലിരുന്ന് രാജ്യത്തിന് വേണ്ടി ചർച്ച ചെയ്യുന്നവർക്ക് മാത്രം എല്ലാ സ്വത്തും അതിന്റെ റിവാർഡും കിട്ടിക്കഴിഞ്ഞാൽ സോൾജേഴ്സിന് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അവരും സ്വത്തിനും ലാൻഡിനും ഭൂമിക്കും വേണ്ടിയിട്ട് അവരും ഈ സ്റ്റേറ്റ് ആയിട്ട് റോമൻ എംപയർ റോമൻ റിപ്പബ്ലിക് ആയിട്ട് സംഘർഷത്തിലാവുകയാണ്. സോൾജേഴ്സ് ടേൺ ടു വിക്ടോറിയസ് ജനറൽസ് ഹു കുഡ് ഗ്യാരണ്ടി ദം ഓർ റിവാർഡ് ത്രൂ പേഴ്സണൽ പവർ. അങ്ങനെ ഈ സോൾജേഴ്സിൽ ചില ആളുകൾ ജനറൽമാരെ, അതായത് മെയിൻ സോൾജേഴ്സ് ആവുന്നുണ്ട്, നമ്മുടെ പറയുന്നത് ഈ സോൾജേഴ്സിനെ ഒത്തൊരുമിച്ച് കൂട്ടുന്ന ജനറൽമാരെ സോൾജേഴ്സിന് വേണ്ടി വാദിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി ഈ സോൾജേഴ്സിനെ ഒത്തൊരുമിച്ച് സ്റ്റേറ്റിനെതിരെ നിർത്താൻ തുടങ്ങി. ഫ്രം ദ ടൈംസ് ഓഫ് ഗായിസ് മാരിയസ് ആൻഡ് ലൂസിയസ് സുല്ല ഓൺവേർഡ് സോൾജേഴ്സ് റിലൈഡ് ഓൺ ദെയർ ജനറൽ ഫോർ എക്കണോമിക് റിഹാബിലിറ്റേഷൻ. ഗായിസ് മാരിയസിനും ലൂസിയസ് സുല്ലയുടെ സമയം മുതൽ സോൾജേഴ്സ് എല്ലാം ജനറൽമാരുടെ കീഴിൽ അണിനിരക്കാൻ തുടങ്ങി. അവർക്കൊരു യൂണിഫിക്കേഷൻ തുടങ്ങി. ജനറൽമാര് ഈ സോൾജേഴ്സിനെ ഈ ഓരോരോ ജനറലിന്റെയും പ്രൈവറ്റ്, അതായത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അപ്പോൾ ഒരു 2 ജനറൽ എയും ജനറൽ ബിയും ഉണ്ടെന്ന് വിചാരിക്കുക. ജനറൽ എക്ക് കൂടുതൽ ശക്തി കാണിക്കണം എന്നുണ്ടെങ്കിൽ ജനറൽ എ അദ്ദേഹത്തിന്റെ കീഴിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീന വലയത്തിലുള്ള സോൾജേഴ്സിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറൽ ബിക്ക് കുറച്ചും കൂടി പവർ കാണിക്കണം, കുറച്ചും കൂടി അവകാശങ്ങൾ വേണമെങ്കിൽ ജനറൽ ബിയുടെ സ്വാധീന ബലത്തിലുള്ള സോൾജേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റിനെതിരെ അണിനിരത്തുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ. ദിസ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് സിവിൽ വാർ വിത്ത് ആർമി ബിക്കമിങ് സിഗ്നിഫിക്കന്റ് ഫാക്ടർ ഓഫ് റോമൻ സൊസൈറ്റീസ് പൊളിറ്റിക്സ്. ഇത് റോമിലെ ആഭ്യന്തര കലഹങ്ങൾക്ക് റോമൻ സാമ്രാജ്യത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി റോൾ ഓഫ് അർബൻ പോർ ഇൻ ദ ഗ്രോയിങ് ഇൻട്രസ്റ്റ്. നമ്മൾ കണ്ടു പെസന്റ് ക്ലാസിന്റെ പ്രശ്നങ്ങൾ കണ്ടു, സോൾജേഴ്സിന്റെ ഇൻട്രസ്റ്റ് കണ്ടു. ഇനി ഇതിൽ വരുന്ന വേറൊരു ഘടകമാണ് റോൾ ഓഫ് അർബൻ പോർ. എന്താണ് അർബൻ പോർ? അർബൻ എന്ന് പറഞ്ഞാൽ തന്നെ പട്ടണങ്ങളാണ് അല്ലെ. അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നഗരത്തിൽ താമസിക്കുന്ന പട്ടണങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. പക്ഷെ ഈ പട്ടണങ്ങളിൽ താമസിക്കുന്ന മൊത്തം പൈസക്കാരാണ്, അല്ലെങ്കിൽ പട്ടണങ്ങളിൽ താമസിക്കുന്നവരെല്ലാം ധനികരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പട്ടണങ്ങളിലെ ദരിദ്രരും താമസിച്ചിരുന്നു. ഈ പട്ടണങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ സിറ്റിയിൽ താമസിച്ചിരുന്ന ഇത്തരത്തിലുള്ള ദരിദ്രരുടെ റോൾ എന്തായിരുന്നു നമുക്ക് നോക്കാം. Urban proletariat or the city's working class played a significant role in civil war of the Republic last century. പട്ടണങ്ങളിൽ താമസിച്ചിരുന്ന വർക്കിംഗ് ക്ലാസ് ആയ ആളുകളുടെ റോള് സിവിൽ വാറിലും ഉണ്ടായിരുന്നു. അതിലും അവരൊരു പങ്ക് വഹിച്ചിരുന്നു. റോമൻ എക്സ്പാൻഷനിസം റിഡ്യൂസ്ഡ് ദ നമ്പർ ഓഫ് അസീഡിയു ആൻഡ് ഇൻക്രീസ്ഡ് ദ പ്രൊലറ്റാരി ക്ലാസ്. റോമന്റെ എക്സ്പാൻഷൻ നമ്മൾ കണ്ടു. മെഡിറ്ററേനിയൻ സമുദ്രം മൊത്തം ചുറ്റി 3 ഭൂഖണ്ഡങ്ങൾ ചുറ്റി ഇവര് സ്ഥലങ്ങൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അസീഡിയു, അതായത് പ്രോപ്പർട്ടി ഉള്ള
സിറ്റിസന് പകരം പ്രൊലറ്റാരി എന്ന സൊസൈറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതായത് പ്രോപ്പർട്ടി കുറവുള്ള അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരു ചില വിഭാഗങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. അരിസ്റ്റോക്രസീസ് മോണോപ്പൊളൈസേഷൻ ഓഫ് ലാൻഡ് ലെഡ് ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് മോഡേൺ സൊസൈറ്റി വിത്ത് ആൻ അബ്സല്യൂട്ട് മെജോറിറ്റി ഓഫ് സിറ്റിസൻസ് റെൻഡഡ് പ്രോപ്പർട്ടി ലെസ് ബൈ ദ എൻഡ് ഓഫ് തേർഡ് സെഞ്ചുറി ബി സി. എന്താണ് പറയുന്നത്? അരിസ്റ്റോക്രസിയുടെ മൊണോപ്പൊളൈസേഷൻ, അതായത് അരിസ്റ്റോക്രസിയാണ് ലാൻഡ് എവിടെയുണ്ടോ അതെല്ലാം അരിസ്റ്റോക്രസിയുടെ കീഴിലായിരിക്കും. അവരുടെ മൊണോപ്പൊളിയാണ്, അവരുടെ എന്താണ് കുത്തക അവകാശം എന്നൊക്കെ പറയുന്നതാണ് ലാൻഡ്. അപ്പോ ഈ ലാൻഡ് കിട്ടുന്നില്ല, അതായത് ലാൻഡ് ഇല്ല, ഈ പ്രോപ്പർട്ടി ഇല്ലാത്ത ആളുകള് എന്താണ് മെജോറിറ്റി ആയിട്ട് നിൽക്കുകയാണ് റോമിൽ. റോമൻ സാമ്രാജ്യത്തില് അരിസ്റ്റോക്രസിയാണ് കുറവ്, പക്ഷെ കൂടുതൽ ഏറെക്കുറെ ലാൻഡ് അവർക്കാണ്. കൂടുതൽ ജനങ്ങൾ ഏതാണ്? പ്രോപ്പർട്ടി ലെസ് ആയിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള ആളുകളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോ ഈ സ്ഥിതി ഇപ്പോഴുള്ള സ്ഥിതികളൊക്കെ വഷളാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ റൂറൽ മൈഗ്രേഷൻ ആൻഡ് സ്ലേവ് ഇമ്പോർട്ട് ഗ്രീക്കിലെ വാസ്റ്റ് മെട്രോപോളിസ് ബിയോണ്ട് ഈസി കൺട്രോൾ. വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞു യുദ്ധങ്ങളിലൊക്കെ പോകുമ്പോൾ പല ആളുകളെയും ബന്ദികളാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇവരെല്ലാം ഈ സ്ലേവുകളും പിന്നെ വില്ലേജിൽ നിന്നുള്ള ആൾക്കാരെ ബെറ്റർ ലൈഫിനായിട്ട് അർബൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അർബൻ പൂവറിന്റെ ഓൾറെഡി അർബനിൽ താമസിക്കുന്ന ദരിദ്രരായ ആൾക്കാർക്ക് പ്രശ്നങ്ങളാണ്. അതിന് പുറമെ ഈ മൈഗ്രേഷനും ഈ സ്ലേവ്സിന്റെ ഇമ്പോർട്ട് എല്ലാം കൂടുതൽ പ്രശ്നമാക്കി. ഇൻ 53 BCE, free grain distribution began becoming a permanent feature of Roman political life. 53 BCE ഫ്രീ ആയിട്ട് ധാന്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ റേഷൻ പോലെ ഫ്രീ ആയിട്ട് എന്താണ് ധാന്യങ്ങൾ റോമില് കൊടുക്കാൻ തുടങ്ങി. അത് പിന്നെ പിന്നീട് പിന്നെ 53 BC മുതൽ 53 BC മുതൽ അത് പിന്നെ പെർമനന്റ് ആണ്, സ്ഥിരമായിട്ട് ധാന്യങ്ങൾ കൊടുത്തിരുന്നു എന്ന് കാണാൻ പറ്റും. സപ്പോർട്ട് ഫ്രം ദ അർബൻ പ്രൊലറ്റാരിയൻ ബ്രോട്ട് പോംപെ ദ ഗ്രേറ്റ് പവർ. അർബൻ പ്രൊലറ്ററേറ്റ്, അതായത് നഗരങ്ങളിൽ താമസിക്കുന്ന വർക്കിംഗ് ക്ലാസ്സിലെ ആളുകൾ അവരുടെ പവർ, അവരുടെ കഴിവ് മൂലം, അവരുടെ ഒരു ഇത് കാരണം പോംപെ എന്ന സ്ഥലം, പോംപെ ഒരു സിറ്റിയാണ്, പോംപെ ഒരു വലിയ ശക്തിയായി മാറുകയാണ്. നമ്മൾ കുറച്ച് ആളുകളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും പോംപെ മാതാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആ പോംപെ തന്നെയാണ് ഇത്. ജൂലിയസ് സീസർ എന്നൊക്കെയാണ് നമ്മൾ വില്യം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സെസാർ എന്നാണ്, പക്ഷെ നമ്മൾ സീസർ എന്ന് തന്നെ പറയാം, കാരണം എനിക്കും അങ്ങനെ തന്നെ വഴങ്ങുന്നുള്ളൂ കൂടുതലായിട്ട്. അപ്പോൾ ജൂലിയസ് സീസർ വിത്ത് പോപ്പുലർ സപ്പോർട്ട് പോസ്ഡ് എ ത്രെറ്റ് ടു ദ സെനറ്റ്. സെനറ്റിന് ജൂലിയസ് സീസർ ഒരു ത്രെറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഭീഷണിയായിരുന്നു. കാരണം ജൂലിയസ് സീസർ സെനറ്റിന് എപ്പോഴാണ് ത്രെറ്റ് ഭീഷണി വന്നത്? ജനങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് നമുക്ക് വിശ്വസിക്കാം. ആഫ്റ്റർ സീസേഴ്സ് അസാസിനേഷൻ ദ അർബൻ മോബ് സപ്പോർട്ട് പ്രഷർഡ് ദ സെനറ്റ് ടു സീക്ക് അഗസ്റ്റസ് ഫോർ കൺസർഷിപ്പ് ആൻഡ് പവർ. ജൂലിയസ് സീസറിന്റെ മരണത്തിന് ശേഷം നഗരത്തിലെ അർബൻ മോബ്, അതായത് പട്ടണങ്ങളിലുള്ള ആളുകളെല്ലാം അഗസ്റ്റസ് എന്ന് പറയുന്ന രാജാവിന്റെ പവറിനായിട്ടും അദ്ദേഹം കോൺസ്യൂൾ ആവാൻ വേണ്ടിയും സെനറ്റിനെ പ്രഷർ ചെയ്തു എന്ന് കാണാൻ പറ്റും. The last century of the Republic and the rise of successful military commanders. ഇനി റോമൻ റിപ്പബ്ലിക്കിന്റെ അവസാന 100 വർഷങ്ങൾ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടന്നു എന്ന് നമുക്ക് നോക്കാം. The period where powerful military commanders or warlords controlled the Roman Empire. ഈ പീരീഡില് പവർഫുൾ ആയിട്ടുള്ള യുദ്ധവീരന്മാർ അല്ലെങ്കിൽ കമാൻഡേഴ്സ് റോമൻ എംപയർ ഭരിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും. ഫസ്റ്റ് ട്രിംവിറേറ്റ് എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് തന്നെയാണ് ഇത് ട്രിംവിറേറ്റ്. Sulla, a successful military general, supported the Senate and enacted reform to strengthen its power. അതിലൊരാളായിരുന്നു സുല്ല. അദ്ദേഹം ഭയങ്കര ശക്തിമാനായിരുന്ന ഒരു മിലിറ്ററി ജനറൽ ആയിരുന്നു. However, his reform limiting the powers of the tribunes were later underdone by generals like Pompey and Crassus. In 60 BC, Pompey, Crassus, and Julius Caesar formed triumvirate, a ruling board that left the Senate powerless. 60 BC നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ആദ്യത്തെ ട്രിംവിറേറ്റ് വരുന്നത്. അതായത് ആദ്യത്തെ ത്രിമൂർത്തികൾ എന്ന് പറയപ്പെടുന്നത് പോംപെ, ക്രാസസ് ആൻഡ് ജൂലിയസ് സീസർ. ഈ 3 പേരാണ് 60 BC ഒരു ട്രിംവിറേറ്റ് ഉണ്ടാക്കുന്നത്. ഡിഫറൻസസ് ബിറ്റ്വീൻ പോംപെ ആൻഡ് സീസർ എമർജ് ആഫ്റ്റർ ക്രാസസ് ഡെത്ത് ലീഡ് ടു കോൺഫ്ലിക്റ്റ്. ഇതിൽ നമ്മൾ പറഞ്ഞു ക്രാസസിന്റെ ഡെത്ത് പോംപെയിനും സീസറിനും കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുകയാണ്. സീസർസ് ഡിഫീറ്റഡ് ഹിസ് റൈവൽസ് ആൻഡ് ബിക്കം ടിക്കറ്റഡ് ഫോർ ലൈഫ്. അങ്ങനെ ജൂലിയസ് സീസർ എന്താണ് ഈ രണ്ടുപേരെയും കൊല്ലുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരെയും ശത്രുക്കളെ പോലെ റൈവൽസ് ആയി കൊന്നു കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 44 BC ഇത് സംഭവിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അതായത് 44 BC മുതൽ ജൂലിയസ് സീസറാണ് ഏകാധിപതി. സീസർ സ്വീപ്പിംഗ് റീഫോം റേസ്ഡ് കൺസേൺ ദ റോം അബൌട്ട് ഹിസ് പൊട്ടൻഷ്യൽ ആസ്പിറേഷൻ ഫോർ മൊണാർക്കി. ഇങ്ങനെ അതിന്റെ റീഫോം, സീസറിന്റെ
റീഫോംസും ജൂലിയസ് സീസറിന്റെ റീഫോംസും അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളും അദ്ദേഹം ഒരു മൊണാർക്കി, അതായത് രാജാവാകൽ അല്ലെങ്കിൽ ഏകാധിപതി ആകുമ്പോ എന്നുള്ള ഭയം ഇങ്ങനെ മെല്ലെ 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 വരാൻ തുടങ്ങി. എ ഗ്രൂപ്പ് ഓഫ് അസാസിൻസ് ലെഡ് ബൈ ബ്രൂട്ടസ്, വൺ ഓഫ് സീസർസ് ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്, സ്റ്റാബ്ഡ് ഹിം ടു ഡെത്ത് ഇൻ 44 BC. 44 BC ആ സെയിം വർഷം തന്നെ കുറച്ച് ചാരന്മാർ, എന്താണ് ചാരന്മാരല്ല, സോറി, കൊലപാതകൾ ആരെ നിയമിച്ചാണ്? ബ്രൂട്ടസ്. നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കേട്ടിരിക്കും യൂട്യൂബ് ബ്രൂട്ടസ്. അത് തന്നെ, സീസറിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ബ്രൂട്ടസ്. ഈ ബ്രൂട്ടസ് തന്നെയാണ് സീസറിനെ കൊല്ലുന്നത്. നമ്മുടെ വില്യം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ നാടകത്തിൽ ആ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ കഥ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വായിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വായിച്ചാൽ അത് നല്ല അടിപൊളി ബുക്കാണ്, ഞാൻ ഗ്യാരണ്ടി ചെയ്യാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ട്രിംവിറേറ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ട്രിംവിറേറ്റ് കണ്ടു. രണ്ടാമത്തെ സെക്കൻഡ് ട്രിംവിറേറ്റ് എന്ന് പറയുന്നത് സീസറിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ 2 ഓഫ് ലെഫ്റ്റനൻസ് മാർക്ക് ആന്റണി ലെപ്പിഡസും ആണ്. അത് ഒക്ടേവിയൻ, ഈ ജൂലിയസ് സീസറിന്റെ അഡോപ്റ്റഡ് ഹെയർ ആണ്. സ്വന്തം മകനല്ല, അഡോപ്റ്റ് ചെയ്ത മകനായ ഒക്ടേവിയൻ ആയിട്ട് സെക്കൻഡ് ട്രിംവിറേറ്റ് രൂപീകരിക്കുകയാണ്. അവരെ സെക്കൻഡ് ട്രിംവിറേറ്റ് രൂപീകരിച്ചതിന് ശേഷം ഈ കോൺസ്പിറേറ്റേഴ്സ്, ഈ ബ്രൂട്ടസിന്റെ ഫ്രണ്ട്സ്, ഐ മീൻ ഈ എന്താണ് നമ്മുടെ ജൂലിയസ് സീസറിനെ കൊന്ന ആളുകളും പിന്നെ കോൺസ്പിറസി ഉണ്ടാക്കിയ ആളുകൾക്കെതിരായിട്ട് അവരെ ക്യാമ്പയിൻ ചെയ്യുകയാണ്, അവർ കൊല്ലുകയാണ്, അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സെക്കൻഡ് ട്രിംവിറേറ്റ് മറ്റുള്ള സ്ഥലങ്ങൾക്കെതിരെ, അവരുടെ ശത്രുക്കൾക്കെതിരെ വിജയിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. Dissensions arose among them, leading to the eventual defeat of Mark Antony by Octavian in the Battle of Actium. 31 BC-ൽ നടന്ന ബാറ്റിൽ ഓഫ് ആക്ടിയത്തിൽ വെച്ച് ഒക്ടേവിയൻ മാർക്ക് ആന്റണി എന്ന ജനറലിനെ കൊന്നുകളയാണ് ചെയ്യുന്നത്. രണ്ടാമത് രൂപീകരിച്ച ത്രിമൂർത്തികളിലെ ഒരാളായ മാർക്ക് ആന്റണിയെ ഒക്ടേവിയൻ കൊല്ലുന്നു. ഒക്ടേവിയൻ became the undisputed master of the Roman world, മാർക്കിംഗ് ദ എൻഡ് ഓഫ് ദ റോമൻ റിപ്പബ്ലിക്. അങ്ങനെ റോമൻ റിപ്പബ്ലിക്കിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഒക്ടേവിയൻ തന്നെ ഏകാധിപതിയായി രാജാവായിട്ട് 31 BC-യിൽ വരികയാണ്. ഇങ്ങനെ ഒക്ടേവിയന്റെ ഭരണത്തോടുകൂടി റോമിലെ പുതിയൊരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാണ്. അഗസ്റ്റൻ ഏജ്. അപ്പൊ ഒക്ടേവിയൻ came to power in 27 BC after defeating Mark Antony in the Battle of Actium. നമ്മൾ പറഞ്ഞു 31 BC-യിലെ ബാറ്റിൽ ഓഫ് ആക്ടിയം വഴി ഒക്ടേവിയൻ ഭരണത്തിൽ കയറി. 27 BC മുതൽ ഒക്ടേവിയൻ എന്താണ് ഏകാധിപതിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒക്ടേവിയൻ received the title of Augustus the Revered from the Senate, and he was often called Princeps or the first Princeps. അതായിരിക്കും ഒക്ടേവിയൻ ഓഗസ്റ്റസും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. ഒക്ടേവിയൻ എന്ന് പറയുന്ന അഡോപ്റ്റഡ് സൺ ഓഫ് ജൂലിയസ് സീസർ ഒരു ടൈറ്റിൽ എടുക്കുകയാണ്. ടൈറ്റിലിന്റെ പേരാണ് ഓഗസ്റ്റസ്. ഈ ടൈറ്റിൽ മാത്രമാണ്. അപ്പൊ ഒക്ടേവിയനും അഗസ്റ്റസും ഒന്നാണ്. അഗസ്റ്റസ് എന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ, സെനറ്റ് കൊടുത്ത ഒരു ടൈറ്റിലാണ്. ഒക്ടേവിയൻ എന്നാണ് അയാളുടെ പേര്, ആ രാജാവിന്റെ പേര്. ഓഗസ്റ്റസ് ഇനി നമ്മൾ ഇനി മുതൽ സ്ലൈഡിൽ നമ്മൾ ഒക്ടേവിയൻ എന്ന വാക്കിൽ ചിലപ്പോൾ അഗസ്റ്റസ് എന്ന് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അഗസ്റ്റസ് എന്ന് പറയുന്നതും ഒക്ടേവിയൻ എന്ന് പറയുന്നതും സെയിം ആളാണ്. ഓഗസ്റ്റസ് എന്ന് പറയുന്നത് ടൈറ്റിലാണ്. അപ്പോ എന്താണ് അഗസ്റ്റസിന്റെ ഭരണപരിഷ്കരണ റിഫോംസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ അഡോപ്റ്റ് ദ നെയിം സീസർ ആഫ്റ്റർ ഹിസ് അഡോപ്റ്റീവ് ഫാദർ, നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം അഗസ്റ്റസ് സീസർ എന്ന ടൈറ്റില് അഡോപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദ പീരീഡ് ഓഫ് റോംസ് ഹിസ്റ്ററി അണ്ടർ ഇമ്പീരിയൽ റൂൾ ഇസ് നോൺ ആസ് ഏജ് ഓഫ് എംപയർ. എന്താണ് ഇമ്പീരിയൽ റൂളിലെ കീഴിൽ റോം അറിയപ്പെടുന്നത് ഏജ് ഓഫ് എംപയർ എന്നാണ്. ദ ഫസ്റ്റ് 2 സെഞ്ചുറീസ് ഓഫ് ദ റോമൻ എംപയർ 30 BC മുതൽ 150 CE വരെ പാക്സ് റൊമാന എന്നറിയപ്പെടുന്നു. റോമൻ പീസ്, അതായത് ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുന്നു. അത് അഗസ്റ്റസിന്റെ സമയത്താണ് വരുന്നത്. യൂണിഫിക്കേഷൻ ഓഫ് മെഡിറ്ററേനിയൻ വേൾഡ് ടു ഇംപ്രൂവ്ഡ് ഗവർണൻസ് ആൻഡ് ഇക്കണോമിക് എക്സ്പാൻഷൻ ഡ്യൂറിംഗ് ദിസ് ടൈം. മെഡിറ്ററേനിയൻ വേൾഡിന്റെ യൂണിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. മുമ്പ് മെഡിറ്ററേനിയൻ സമുദ്രത്തിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന പല ഭാഗങ്ങളും റോം കീഴ്പ്പെടുത്തി അടക്കി വാണിരുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ എല്ലാം യൂണിഫിക്കേഷൻ വന്ന് അഗസ്റ്റസിന്റെ സമയത്താണ് എന്ന് കാണാൻ പറ്റും. ഹവർ 3rd century BC, അതായത് 300 CE, സോറി BC അല്ല CE, 300 CE സമയത്ത് റോമൻ എംപയർ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അതിന് മെയിൻ ആയിട്ടുള്ള കാരണമാണ് ബാർബറിയൻ, അതായത് പല ഗോത്രങ്ങളുടെയും ഇൻവേഷൻ, റെയ്ഡുകളാണ് ഇതിന് കാരണം. അഗസ്റ്റസ് ഇൻട്രൊഡ്യൂസ്ഡ് റിഫോംസ് ഇൻ ഡിഫറെന്റ് ലെവൽ. അഗസ്റ്റസിന്റെ റിഫോംസ് ആണ് നമ്മൾ നോക്കുന്നത്. അത് എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പൊളിറ്റിക്കലി ഉണ്ട്,
കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് റീഫോം ചെയ്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് റിഫോം ഉണ്ട്. ആർമിയിൽ റീഫോം ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ സൊസൈറ്റി, ഇക്കോണമി ഇങ്ങനെ ഈ 4 അല്ലെങ്കിൽ 5 മേഖലകളിലാണ് അഗസ്റ്റസ് മെയിനായിട്ട് റിഫോംസുകൾ നടത്തുന്നത് കാണാൻ പറ്റും. നമുക്കിനി പൊളിറ്റിക്കലി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനലി എന്തൊക്കെ റിഫോംസ് നടത്തിയെന്ന് നോക്കാം. അഗസ്റ്റസ് എയിം ടു മെയിൻറ്റെയിൻ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഔട്ട്വേർഡ്ലി വൈൽ എക്സർസൈസിങ് സ്ട്രോങ് പേഴ്സണൽ ലീഡർഷിപ്പ്. അഗസ്റ്റസ് പേഴ്സണലി ഇവൻ ദോ അദ്ദേഹം ഏകാധിപതിയാണെങ്കിലും റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഈ ഗ്രാൻഡ് സെനറ്റ് കൺസിഡറബിൾ അതോറിറ്റി. സെനറ്റിന് അദ്ദേഹം അതോറിറ്റി, അതായത് അവർക്കും ഭരിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക കാര്യങ്ങളില് അവർക്ക് എന്താണ് ഇറ്റലിയിലെ പകുതിയോളം പ്രോവിൻസസിന് മേലുള്ള ഭരണാധികാരം സെനറ്റിന് അഗസ്റ്റസ് കൊടുത്തു എന്ന് കാണാൻ പറ്റും. അഗസ്റ്റസ് അസൈൻഡ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ ഓൾമോസ്റ്റ് ഡിഫറെന്റ് ട്രൈബൽ അസംബ്ലി ടു ദ സെനറ്റ്. അതുപോലെ അഗസ്റ്റസ് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള, ലോ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് സെനറ്റിനാണ് കൊടുത്തിരുന്നത്. അതായത് മര്യാദയ്ക്ക് നടക്കാതിരുന്ന ട്രൈബൽ അസംബ്ലിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ, അവർക്ക് നിയമങ്ങൾ നടത്താൻ സെനറ്റിന് അവകാശം അഗസ്റ്റസ് കൊടുത്തു എന്ന് കാണാൻ പറ്റും. സെനറ്റിന് ഡെസ്പൈറ്റ് എംപറിംഗ് സെനറ്റ് അഗസ്റ്റസ് റീസ്റ്റെയിൻ ദ പവർ ഓഫ് ട്രിബ്യൂൺ. അതായത് നമ്മൾ കണ്ടു പ്ലേബിയൻസിന്റെ ഒരു ഇതായിരുന്നു ട്രിബ്യൂൺ നമ്മൾ കണ്ടു. ഈ സെനറ്റിന് മാത്രമല്ല അഗസ്റ്റസ് അധികാരവും പവറും കൊടുത്തിരുന്നത്, നേരെ മറിച്ച് ട്രിബ്യൂണിനും അഗസ്റ്റസ് അധികാരം കൊടുത്തു എന്ന് കാണാൻ പറ്റും. He also kept the governorship of frontier provinces where armies were stationed, ensuring control of the military. അദ്ദേഹം ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിർത്തികളിലുള്ള പ്രൊവിൻസസിലെ ഭരണം, ഗവർണർഷിപ്പ് ഏറ്റെടുത്ത് എന്താണ് മിലിറ്ററിയുടെ കൺട്രോള് അവിടെ കൊടുത്തു. കാരണം അതിർത്തി ഭരണ പ്രദേശങ്ങൾ അല്ലെങ്കിൽ അതിർത്തികളിൽ, ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തികളിൽ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ടായിരിക്കും. കാരണം കൂടുതൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ആവശ്യമുള്ളത് അതിർത്തിയിൽ തന്നെയാണ്. അപ്പോൾ അത് അഗസ്റ്റസ് ചെയ്തു കാണാൻ പറ്റും. ആർമിയിലുള്ള അഗസ്റ്റസിന്റെ കൺട്രോള് അൺലിമിറ്റഡ് ആയിരുന്നു, അൺചലഞ്ചബിൾ ആയിരുന്നു. അത് അദ്ദേഹത്തിന് കൂടുതൽ ശക്തി പേഴ്സണലി കൊടുത്തു എന്ന് കാണാൻ പറ്റും. ആസ് റിസൾട്ട് സ്ലോലി ലോസ് സിഗ്നിഫിക്കൻസ്. അങ്ങനെ അഗസ്റ്റസ് പൊളിറ്റിക്കലി, കോൺസ്റ്റിറ്റ്യൂഷനിലെയും കൂടുതൽ റിഫോംസ് നടത്തുകയും അദ്ദേഹത്തിന് തന്നെ അതൊരു പേഴ്സണലി ഗെയിൻ കൊടുത്തു എന്ന് കാണാൻ പറ്റും. അത് സെനറ്റിന്റെ ഇമ്പോർട്ടൻസ്, സെനറ്റിന്റെ സിഗ്നിഫിക്കൻസ് നല്ല പോലെ താഴ്ത്തുന്നതും കാണാൻ പറ്റും. ഇനി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഈ ഭരണത്തിൽ എന്തൊക്കെ റിഫോം നടത്തി എന്ന് നോക്കാം. അഗസ്റ്റസ് ഇംപ്ലിമെന്റ് റിഫോംസ് ടു റെഡ്യൂസ് സിവിൽ സ്ട്രൈഫ് ഇൻ ദി റിപ്പബ്ലിക്കൻ എസ്റ്റാബ്ലിഷ്ഡ് നോർമൽ സോഷ്യൽ ഓർഡർ. പ്രധാന തടയാൻ ചെയ്തത് എന്താണ്? സിവിൽ അൺട്രസ്റ്റ്, അതായത് ആഭ്യന്തരമായിട്ട് വരുന്ന കലഹങ്ങളും ആഭ്യന്തരമായ പ്രശ്നങ്ങളും ചെറുതാക്കാൻ കുറയ്ക്കുവാനും ടാക്സ് ഇടമാന പീസ് റോമിലുള്ള ഒരു സമാധാനത്തിലേക്കും അഗസ്റ്റസ് ആദ്യം ശ്രമിച്ചത് അതാണ്. എ ന്യൂ ബ്യൂറോക്രസി ഡ്രോൺ ഫ്രം ദ ഇക്വിസ്ട്രിയൻ ഓർഡർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടൈറ്റിൽസ് സച്ച് ആസ് പ്രഫെക്റ്റി അല്ലെങ്കിൽ പ്രൊക്യൂറേറ്റേഴ്സ് ഓർ പ്രൈസേഡ്സ്. ഈ പ്രഫെക്റ്റി പ്രൊക്യൂറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു പുതിയ ഭരണത്തിന് തന്നെ ഒരു പുതിയ ആളുകളാണ്. അവരുടെ പരിപാടി എന്ന് പറയുന്നത് ഈ പ്രഫെക്റ്റിയുടെ അർത്ഥം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ജനറൽ മീനിങ് ആണ്, ഒരു ജനറൽ ടൈമാണ്, ജനറൽ ഒരു കൂട്ടം ഒഫീഷ്യൽസിനെ വെച്ചിരുന്ന പേരാണ്. അവർക്ക് പല പല റോൾസുകൾ ഉണ്ടായിരിക്കും. ബ്യൂറോക്രാറ്റ്സ് റിസീവ് സ്റ്റൈപ്പൻഡ് ഫോർ ഡ്യൂട്ടീസ് ഫോർ എക്കണോമിക് ഡിഫൻസ്. ഇവരെല്ലാം ഈ ഈ ബ്യൂറോക്രാറ്റ്സ് എല്ലാം എംപറർ അല്ലെങ്കിൽ രാജാവ് അഗസ്റ്റസിന്റെ കീഴിലായിരുന്നു. അവർക്ക് അക്കൗണ്ടബിൾ ആയിരുന്നു. എംപറർ പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യണം. അദ്ദേഹത്തിന് മുമ്പിൽ ബോധിപ്പിക്കേണ്ട ഒരു ചുമതല ഈ ബ്യൂറോക്രാറ്റ്സിനുണ്ടായിരുന്നു കാണാൻ പറ്റും. അഗസ്റ്റസ് ക്രിയേറ്റഡ് റെഗുലർ കോർപ്സ് ഓഫ് നൈറ്റ് പോലീസ്, നൈറ്റ് പെട്രോളിംഗ്. നമ്മുടെ ഇന്നത്തെ പോലത്തെ പോലീസ്, ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രാത്രികളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കൂട്ടം ആർമി അല്ലെങ്കിൽ പോലീസുകാരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. അതെന്തിനായിരുന്നു? റോമിലുടനീളം സേഫ്റ്റിയും ക്രമസമാധാനവും നിലനിർത്താനായിരുന്നു. ഇക്വിസ്ട്രിയൻ പ്രിഫെക്ട് വാസ് അപ്പോയിന്റഡ് ടു കമാൻഡ് നൈറ്റ് പോലീസ്. ഒരു ഇക്വിസ്ട്രിയൻ എന്ന് പറഞ്ഞ പോലെ ഒരു ബ്യൂറോക്രസിയിലെ ഇതായിരുന്നു, എന്താണ് ഒരു ജനറൽ ടൈം ഫോർ ഒരു യൂണിറ്റ് ഓഫ് ആളുകൾ, പ്രത്യേക റോളുകളായിരിക്കും. ഈ ഒരു ഇക്വിസ്ട്രിയൻ പ്രിഫെക്റ്റ് ആയിരുന്നു എന്താണ് ഈ നൈറ്റ് പോലീസിന്റെ കമാൻഡ്. അഗസ്റ്റസ് ഓൾസോ ഫോർമഡ്
Praetorian Guard, initially with 9 cohorts to serve as an elite unit of Imperial Roman Army. ഈ cohort എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആയിരിക്കാം. അപ്പോൾ ഈ 9 യൂണിറ്റുകളുള്ള ഒരു ഒരു ഗാർഡ് എലീറ്റ് ഇമ്പീരിയൽ റോമൻ ആർമി, അതായത് റോയൽ ആർമി, റോയൽ രാജകൊട്ടാരത്തിന്റെ ആർമിയായിട്ട് 9 യൂണിറ്റുകളുള്ള ഒരു സ്പെഷ്യൽ സേനയെ തന്നെ ഗാർഡിനെ അഗസ്റ്റസ് ഫോം ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ രൂപീകരിച്ചു. ദ കമാൻഡേഴ്സ് ഓഫ് ദ പ്രൈറ്റോറിയൻ ഗാർഡ് യൂഷ്വലി 5 in number. ഈ കമാൻഡർ എന്ന് പറയുന്നത് 5 പേരാണ് നമ്പർ ഉണ്ടാവുന്നത്. അത് എന്താണ് എംപററിന്റെ ചീഫ് അസിസ്റ്റന്റ് കൂടെ ആയിരിക്കും ഈ ഇക്വിസ്ട്രിയന്മാര്. ഇമ്പീരിയൽ യൂണിഫിക്കേഷൻ വാസ് കംപ്ലീറ്റഡ് ഇൻ 212 CE. 212 CE-ലാണ് ഇമ്പീരിയൽ യൂണിഫിക്കേഷൻ നടക്കുന്നത്. എംപറർ അന്റോണിനസ് granted Roman citizenship to nearly all free inhabitants throughout the empire. എംപറർ ആയിട്ടുള്ള 212 CE-യിലെ അന്റോണിനസ് ആണ് എംപയറിനുള്ളിലുള്ള എല്ലാവർക്കും റോമൻ പൗരാവകാശം കൊടുത്തത് എംപറർ ആന്റോണിനസ് ആണ്. An imperial postal service was established to connect distant provinces regular communication system. അഗസ്റ്റസ് ചെയ്ത മറ്റൊരു റിഫോമാണ് ഇമ്പീരിയൽ പോസ്റ്റൽ സർവീസ്. അതായത് ആഫ്രിക്കയിലെ ഒരു ഭാഗത്തുള്ള ആള്, റോമൻ എംപയറിലെ ഒരാൾക്ക് യൂറോപ്പിന്റെ മറ്ററ്റത്തുള്ള റോമൻ എംപയറിലെ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കണമെങ്കിൽ നമ്മൾ പോസ്റ്റൽ സർവീസ് ഹെൽപ്പ് ചെയ്തിരുന്നു. പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് ആർ റിസീവിംഗ് റെഗുലർ സാലറി. ഓരോ പ്രൊവിൻസസിലുള്ള പ്രൊവിൻഷ്യൽ ഗവർണേഴ്സിന് സാലറി മുടക്കം വരാതെ കിട്ടാൻ തുടങ്ങി. അതെല്ലാം ഓഗസ്റ്റസിന്റെ ഭരണപരിഷ്കാരങ്ങൾ പെട്ടെന്നാണ്. ഇനി ആർമിയിലുള്ള കുറച്ച് റിഫോംസ് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ സമയത്തുള്ളതാണ് ആർമിയിൽ വളരെ ശക്തരായിട്ടുള്ള ആർമി രൂപീകരണമായി ലാൻഡ് ഭൂമി കൊടുത്തു. ആർക്ക്? വളരെ വളരെ ഡിമൊബിലൈസ് ആയിട്ട് കഴിഞ്ഞ സോൾജേഴ്സിന് ഭൂമി ലാൻഡ് കൊടുത്ത് പലതും അഗസ്റ്റസിന്റെ പേഴ്സണൽ ഫണ്ടിൽ നിന്നാണ്, രാജ്യത്തിന്റെ ഫണ്ടിൽ നിന്നല്ല, പേഴ്സണൽ വെൽത്തിൽ നിന്നും ലാൻഡ് കൊടുത്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ആർമിയിലുള്ള റിഫോംസ് ആണ്. സോൾജേഴ്സ് നമ്മൾ കണ്ടു, കുറെ പെസൻസ് സോൾജേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. ഈ പെസൻസ് സോൾജേഴ്സിനെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓഗസ്റ്റസിന് കൂടുതൽ ശക്തി കൊടുത്തു എന്ന് കാണാൻ പറ്റും, കൂടുതൽ ജനപിന്തുണ കിട്ടി എന്ന് കാണാൻ പറ്റും. ഇത് ഈ റിഫോംസിനൊക്കെ അനന്തരഫലമായിട്ട് ജൂലിയസ് സീസർ ഹാഡ് പ്രീവിയസ്ലി ഡബിൾ ദ പേ ഓഫ് സോൾജേഴ്സ് ഓൺ ആക്റ്റീവ് സർവീസ് പ്രാക്ടീസ് മെയിൻറ്റൈൻ ബൈ ദ പ്രിൻസിപ്പേറ്റ്. നമുക്ക് കാണാൻ പറ്റും ജൂലിയസ് സീസർ മുമ്പ് സോൾജേഴ്സിന്റെ പേ ഇരട്ടിയിട്ട് കൊടുത്തിരുന്നു എന്ന് കാണാൻ പറ്റും. From 6 CE onwards, war veterans received cash payments equivalent to 13 years' wage, financed by military treasury created through modest sales and inheritance taxes on the property class of Italy. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 6th CE തൊട്ട്, CE തൊട്ട് വാർ വെറ്ററൻസ് വെച്ചാൽ യുദ്ധാനന്തരം യുദ്ധത്തിന് ശേഷം ഒന്നുകിൽ വിരമിച്ചതായിരിക്കും, അല്ലെങ്കിൽ വല്ല അപകടം മൂലം വിരമിച്ച സോൾജേഴ്സ് ആയിരിക്കാം. ഇവർക്ക് എല്ലാവർക്കും ക്യാഷ് പേയ്മെന്റ്സ് കിട്ടാൻ തുടങ്ങി. ഒരു തരത്തിൽ പറഞ്ഞ് പെൻഷൻ എന്ന് പറയാം, പക്ഷെ പെൻഷൻ എന്നല്ല പറയാൻ പറ്റില്ല. പക്ഷെ അതെ, പെൻഷൻ പോലെ കിട്ടാൻ തുടങ്ങി, പൈസ കിട്ടാൻ തുടങ്ങി. The army was reduced from 58 to 32 legions and transformed into professional and permanent force. 58 എന്നുള്ള ലെഗിയൻസ്, ഒരു ലെഗിയനിൽ ഒരു യൂണിറ്റ് ആണ്, കുറെ സോൾജേഴ്സ് വരും. ആ 58 എന്നുള്ള ലെഗിയൻസിന്റെ എണ്ണം 32 പക്ഷെ ആ 32 പ്രൊഫഷണലും പെർമനന്റ് ഫോഴ്സും ആയിട്ട് അഗസ്റ്റസിന്റെ സമയത്ത് മാറിയെന്ന് കാണാൻ പറ്റും. സിഗ്നിഫിക്കന്റ് റിഫോം എന്ന് പറയുന്നത് കോൺസ്ക്രിപ്ഷൻ, അബോളിഷൻ ഓഫ് കോൺസ്ക്രിപ്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു സിറ്റിസൺ, നീ റോമിലെ ഒരു പൗരനാണെങ്കിൽ ഉറപ്പായിട്ടും മിലിറ്ററിക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള നിർബന്ധിത മിലിറ്ററി സേവനം അബോളിഷ് ചെയ്തു നമ്മുടെ അഗസ്റ്റസിന്റെ സമയത്ത് എന്ന് കാണാൻ പറ്റും. ഇനി സോഷ്യലി ആൻഡ് ഇക്കണോമിക് റിഫോംസ് എന്തായാലും നോക്കാം. അഗസ്റ്റസ് പൊസിഷൻ ഹിംസെൽഫ് ആസ് എ ചീഫ് സപ്പോർട്ടർ ഓഫ് പോർ സിറ്റിസൺ. അഗസ്റ്റസ് പാവങ്ങളുടെ ആലംബമായിരുന്നു എന്ന് കാണാൻ പറ്റും. അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിലെ അദ്ദേഹത്തിന്റെ പല റിഫോംസും പാവങ്ങളെ സഹായിക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അർബൻ പട്ടണങ്ങളിലെ പാവങ്ങളല്ല, പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ചോളം കിട്ടാൻ വേണ്ടി ചോളത്തിന്റെ വിതരണത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു പ്രശ്നം തന്നെയായിരുന്നു. ചോളത്തിന്റെ വിതരണമുള്ള പ്രശ്നം അർബൻ വർക്കിംഗ് പ്രോപ്പർട്ടി ഇല്ലാത്ത വർക്കിംഗ് ക്ലാസ് ആൾക്കാരെ അലട്ടിയിരുന്നു. അത് അഗസ്റ്റസിനെയും അലട്ടിയിരുന്നു എന്ന് കാണാൻ പറ്റും.
ഇത് എന്താണ് ഈജിപ്തിൽ നിന്നുള്ള ഈജിപ്തിൽ നിന്നുള്ള ചോള സപ്ലൈ ഈ കാരണമായി. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കുകയാണ്. ഈജിപ്ത് റോമൻ എംപയറിന്റെ ഭാഗമാണ്. ഈ ഈജിപ്തിൽ നിന്നും ചോളം ഇറക്കുമതി ചെയ്തുകൊണ്ട് ഈ പ്രശ്നം അഗസ്റ്റസ് പരിഹരിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ പബ്ലിക് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ അഗസ്റ്റസ് നടത്തിയിരുന്നിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാണാൻ പറ്റുന്നത് ബിൽഡിംഗ് പ്രോഗ്രാമുകളിൽ കുറെ കാണാൻ പറ്റും. ഇത് പാവങ്ങൾക്ക് കുറെ എന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണ്. പിന്നെ അദ്ദേഹം വെൽത്തി സെനറ്റേഴ്സ്, ധനികനായ സെനറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ റോമൻ ട്രഡീഷൻ ഓഫ് കൺസ്ട്രക്ടിങ് പബ്ലിക് ബിൽഡിംഗ് ഓർ പ്രൊവൈഡിങ് എന്റർടൈൻമെന്റ് ഫോർ സിറ്റിസൺസ് ഓൾസോ took a more prominent role in these endeavors. അതായത് റോമിലെ പബ്ലിക് ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വഴിയും അവിടെ സിറ്റിസൺസിന്, പൗരന്മാർക്ക് എന്റർടൈൻമെന്റിന് അവസരം കൊടുക്കുകയാണ്. അതുവഴി വെൽത്തി സെനറ്റേഴ്സിനെ അഗസ്റ്റസ് കുറെ സഹായിക്കുന്നുണ്ട് കാണാൻ പറ്റും. അഗസ്റ്റസ് boasted of transforming Rome from a city of brick into city of marble. അതായത് അഗസ്റ്റസ് ഇങ്ങനെയൊക്കെയാണെങ്കിലും എളിമയുള്ള ഒരാളായിരുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അഗസ്റ്റസ് സ്വയം ബോസ്റ്റഡ് എന്ന് വെച്ചാൽ സ്വയം പുകഴ്ത്തി പറയുക, സ്വയം പുകഴ്ത്തുന്ന ഒരു പ്രക്രിയയാണ് ബോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം ബോസ്റ്റ് ചെയ്തു. എന്താണ് പറയുന്നത്? സിറ്റി ഓഫ് ബ്രിക്ക് ടു സിറ്റി ഓഫ് മാർബിൾ. ഇഷ്ടിക കൊണ്ട് പണിത സിറ്റി ആയ റോമിനെ മാർബിൾ കൊണ്ട് മാറ്റി സിറ്റി ഓഫ് ബ്രിക്ക് ടു സിറ്റി ഓഫ് മാർബിൾ എന്നാക്കി എന്നാണ് അദ്ദേഹത്തെ തന്നെ പറയുന്നത്. ഇനി റിലീജിയൻ മൊറാലിറ്റി, സദാചാരത്തിന്റെയും മതത്തിന്റെയും കാര്യം വരുമ്പോൾ അഗസ്റ്റസ് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് നോക്കാം. അഗസ്റ്റസ് ട്രഡീഷണൽ ഓർത്തഡോക്സി അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നു. ട്രഡീഷണൽ വാല്യൂസിനെ അഗസ്റ്റസ് വിശ്വസിച്ചിരുന്നു കാണാൻ പറ്റും. അദ്ദേഹം അഡൽട്ടറിയും ഡൈവേഴ്സിനും എതിർത്തിരുന്നു. അഡൽട്ടറി എന്ന് വെച്ചാൽ വ്യഭിചാരത്തിനെയും ഡൈവേഴ്സിനെയും അദ്ദേഹം എതിർത്തിരുന്നു. അതിനെതിരുള്ള ലോസ് അദ്ദേഹം പാസ്സാക്കി. ഹി പ്രൊമോട്ടഡ് ഏർലി മാരേജ്, അതായത് ശൈശവവിവാഹം. ഇവിടെ തെറ്റാണ്, പക്ഷേ ശൈശവവിവാഹമല്ല ശരിക്കും ഏർലി മാരേജ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ അഗസ്റ്റസ് അതിനുള്ള ലോസും കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്തു. ഹിസ് ഓൺ ഓസ്റ്റിയർ ബിഹേവിയർ എന്ന് വെച്ചാൽ ട്രഡീഷണൽ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ബിഹേവിയർ ഇതിനൊക്കെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ ആയിട്ട് മാറുകയാണ്. അതിനൊക്കെ അടിത്തറയിട്ട് മാറുകയാണ്. പോയറ്റ് ഒബിഡ് വാസ് എക്സൈൽ ടു ബ്ലാക്ക് സീ, അതായത് ബ്ലാക്ക് സീയിലോട്ട് ഒരു കവിയായ ഒബിഡ് എന്ന കവി നാട് കടത്തപ്പെടുകയാണ്. കാരണം അദ്ദേഹം ചെയ്ത തെറ്റ് എത്ര ഉള്ളൂ? അദ്ദേഹം ലവ് പോയിംസ്, എക്സ്പ്ലിസിറ്റ് ലവ് പോയിംസ് എഴുതി. ലവ് പോയിംസ് റൊമാൻറ്റിക് പോയിംസ് അല്ല, എക്സ്ട്രീം ലവ് പോയിംസ് എഴുതുന്നതുകൊണ്ട് അദ്ദേഹം ബ്ലാക്ക് സീയിലോട്ട് നാട് കടത്തപ്പെടുന്നത് കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം സ്വന്തം മകളായ ജൂലിയെ വരെ നാട് കടത്തിയിട്ടുണ്ട്. ഒരു ഐലൻഡിൽ 5 വർഷം ഒറ്റയ്ക്ക് താമസിക്കാൻ വീടാണ്. എന്ത് അവരുടെ കാമുകൻ അവരുടെ പല ഇന്ററാക്ഷൻസും അല്ലെങ്കിൽ അവർക്ക് മദ്യം പോലും ആൽക്കഹോൾ കൺസംഷനൊന്നും അങ്ങനെ എല്ലാത്തിനും റെസ്ട്രിക്ഷൻ ചെയ്തുകൊണ്ട് 5 വർഷത്തേക്ക് മാറ്റി നിർത്തുന്നത്. അതായത് സ്വന്തം മോളെ വരെ ഇങ്ങനെ ചെയ്തിരുന്ന ഒരു രാജാവാണ് ഓഗസ്റ്റസ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഓഗസ്റ്റസ് സിറ്റിസൺസ്, പൗരന്മാരെല്ലാവരും ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക്, ട്രഡീഷണൽ റിലീജിയസ് പ്രാക്ടീസിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നത് കാണാൻ പറ്റും. പല ദേവാലയങ്ങളും ടെമ്പിൾസും അഗസ്റ്റസിന്റെ സമയത്ത് തിരിച്ച് അതിന്റെ പ്രൗഢിയുള്ള സമയത്തെ പോലെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പിന്നെ സെർട്ടൻ ഫോറിൻ ഗോഡ്സ്, പ്രത്യേക ഫോറിൻ ദൈവങ്ങൾ, അതായത് റോമിന്റേതല്ലാത്ത തദ്ദേശീയമല്ലാത്ത വിജാതീയരായ അതായത് ഫോറിൻ ദൈവങ്ങൾ, അതായത് റോമൻ സാമ്രാജ്യമായിട്ട് കൾച്ചറലി ബന്ധപ്പെട്ടില്ലാത്ത എന്നാൽ പുറത്തുനിന്നുള്ള പല ദൈവങ്ങളുടെ വർഷിപ്പിനെ റിവൈവൽ എന്ന് വെച്ചാൽ വീണ്ടെടുക്കുന്നതിന് അഗസ്റ്റസിന്റെ ഭരണത്തിന് ആ സമയത്ത് കാണാൻ പറ്റും. ഇനി ഇക്കണോമിക് റീഫോംസ്, സാമ്പത്തികമായിട്ട് എന്തൊക്കെ റീഫോംസ് അഗസ്റ്റസ് ചെയ്തു എന്ന് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ പാക്സ് റൊമാനി ആയിരുന്നു, ഗോൾഡൻ ഏജ് ആയിരുന്നു. റോമില് ഉടനീളം ഒരു സന്തുലിതാവസ്ഥ, ഒരു നല്ലൊരു സമയമായിരുന്നു, പ്രോസ്പെറസ് സമയമായിരുന്നു അഗസ്റ്റസിന്റെ സമയം. പിന്നെ ഇത് എലിമിനേഷൻ ഓഫ് ടോൾസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ബാരിയർ, സപ്രഷൻ ഓഫ് പൈറസി ആൻഡ് ബ്രിഗാൻഡേജ്. അഗസ്റ്റസിന്റെ സമയത്ത് ടോളുകളിലും ആർട്ടിഫിഷ്യൽ ബാരിയറും ഒക്കെ എടുത്തു മാറ്റി പൈറസി, അതായത് കടൽ മാർഗത്തിലുണ്ടാവുന്ന കടൽ കൊള്ളകൾ നിർത്തലാക്കി. ബ്രിഗാൻഡേജ്, ഹൈവേയിൽ റോഡിലൊക്കെ ഉള്ള കൊള്ളകൾ നിർത്തി. കാരണം ആർമി നല്ലതായിരുന്നു, നല്ല സൈന്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ സൈന്യം ആർമിയിലും ഇതിനെ തടഞ്ഞു. എക്സലന്റ് പീരീഡ് ഓഫ് പീസ് ഡ്യൂറിംഗ് എംപയർ കോൺട്രിബ്യൂട്ട് ടു സബ്സ്റ്റൻഷ്യൽ എക്സ്പാൻഷൻ ഓഫ് കൊമേഴ്സ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഞ്ചുറി.
ഒന്നും രണ്ടും സിഇയില് ഈ എന്താണ് ഈ ഇത്തരം സമൃദ്ധമായിട്ടുള്ള ശാന്തിയും സമാധാനവും ഉള്ളതുകൊണ്ടും പൈറസിയും ബ്രിഗാണ്ടേജും ഒക്കെ നിർത്തിയത് കൊണ്ടും കോമേഴ്സിലെ ഇക്കണോമിയിലെ വളരെയധികം കുതിച്ചുചാട്ടം ഉണ്ടായത് കാണാൻ പറ്റും. മാനുഫാക്ചറിങ് ഓൾസോ സോബ്രർ പല നിർമ്മാണ മേഖലകളും എന്താണ് ഡെവലപ്മെന്റ്, അതായത് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സമയം. The economy of the early empire remained primarily agrarian, with larger estate owners Latin India flourishing. ഓഫ് കോഴ്സ് ഈ റോമിന്റെ ഏർലി റോമിലെ മെയിൻ എന്താണ് അവിടെ എക്കണോമിയുടെ ബേസ് നട്ടെല്ല് എന്ന് പറയുന്നത് അഗ്രേറിയൻ തന്നെയാണ്. കാർഷിക മേഖല തന്നെയാണ് അവരുടെ പ്രൈമറിലി ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇത് കാണാൻ പറ്റും. In the extent of the early empire, the political and administrative unification of Rome was accompanied by external security and economic prosperity. പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് റോമിന്റെ യൂണിറ്റി എക്സ്റ്റേണൽ സെക്യൂരിറ്റിയും എക്കണോമിക് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഡാക്കിയൻ കിങ്ഡം സിറ്റുവേറ്റഡ് സൗത്ത് ഈസ്റ്റ് ഓഫ് ദ ഡാന്യൂബ് വാസ് കോൺക്വേർഡ് ആൻഡ് ഇറ്റ്സ് ഗോൾഡ് മൈൻസ് വെയർ അനക്സഡ്. നമുക്ക് കാണാൻ പറ്റും ഈ ഡാക്കിയൻ കിങ്ഡം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള റൊമാനിയയിലെ ഒരു സ്ഥലമാണ്. ഇപ്പൊ കറന്റ്ലി ഉള്ള റൊമാനിയയിലുള്ള സ്ഥലമായിട്ടുള്ള പണ്ടത്തെ ഡാക്കിയൻ കിങ്ഡം എന്താണ് അനക്സ് ചെയ്തു പിടിച്ചെടുത്തു എന്ന് കാണാൻ പറ്റും. അതുവഴി ഗോൾഡ് മൈൻ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഗോൾഡ് മൈൻ റോം അവകാശപ്പെടുന്നതാണ്. ഏഷ്യൻ ഫ്രോണ്ടിയേഴ്സ് വർ എക്സ്റ്റെൻഡഡ് ആൻഡ് കൺസോളിഡേറ്റഡ് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് അഗസ്റ്റസ് ടു ട്രാജൻ. നമുക്ക് കാണാൻ പറ്റും അഗസ്റ്റസിന്റെ സമയം മുതൽ ട്രാജന്റെ സമയം വരെ ഏഷ്യയിലുള്ള പല ഭാഗങ്ങളും നേടിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റോമൻ എംപയർ കണ്ടിന്യൂഡ് ടു എക്സ്പാൻഡ് എക്സെപ്റ്റ് ഫോർ എ ഡിഫീറ്റ് ബൈ റോമൻ ട്രൂപ്പ് ഇൻ മോഡേൺ ഡേ ജർമ്മനി. ഇങ്ങനെ റോം പല സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ച് പോകുന്നതിനിടയ്ക്ക് മോഡേൺ ജർമ്മനിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് റോമൻ ട്രൂപ്പിൽ തിരിച്ചടി നേരിടുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ആ സ്ഥലത്ത് വെച്ച്, അതായത് ഈ റൈൻ നദി ഡാന്യൂബ് നദിയുടെ ഒക്കെ അടുത്ത് വെച്ച് അഗസ്റ്റസ് ഒരു റോമൻ ബോർഡർ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. എംപറർ ക്ലൗഡിയസ് ഇനിഷ്യേറ്റഡ് കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ ഇൻ 43 CE and Trajan expanded the empire by adding Dacia. ക്ലൗഡിയസ് രാജാവ് എന്താണ് ബ്രിട്ടൻ പിടിച്ചെടുക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോഴത്തെ കറന്റ് UK പണ്ടത്തെ ബ്രിട്ടൻ 43 CE പിടിച്ചെടുക്കുന്നത് കാണാൻ പറ്റും. ട്രാജൻ എന്താണ് മോഡേൺ ഡേ ആയിട്ടുള്ള റൊമാനിയ പിടിച്ചെടുക്കുന്നത് കാണാൻ പറ്റും. ടെറിട്ടറിയൽ ലിമിറ്റ് ഓഫ് റോമൻ എംപയർ റീച്ച്ഡ് ദെയർ മാക്സിമം എക്സ്റ്റെന്റ് ബട്ട് ഇൻ 3rd century CE ലിമിറ്റ് സ്റ്റാറ്റസ് റിസീവ്ഡ്. അതായത് 3ാം സെഞ്ചുറി 300 CE വരെ റോം ഇങ്ങനെ പന്തളിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു. പക്ഷെ 300 CE തൊട്ട് മെല്ലെ അത് കുറയാൻ തുടങ്ങി, അതായത് അതിന് തകർച്ച സംഭവിച്ചു തുടങ്ങി എന്ന് കാണാൻ പറ്റും. അഗസ്റ്റസിന്റെ ഇമ്മീഡിയറ്റ് സക്സസർ ആയിട്ടുള്ള ജൂലിയർ ക്ലൗഡിയൻ എംപറേഴ്സ് ഫ്ലാവിയൻ ഡൈനാസ്റ്റി, അത് കഴിഞ്ഞ ശേഷം വരുന്നതാണ് ഫ്ലാവിയൻ ഡൈനാസ്റ്റി. അതിൽ ഫ്ലാവിയൻ ഡൈനാസ്റ്റിയിലെ ആദ്യ രാജാവാണ് വെസ്പാസിയൻ. ദി പീരീഡ് ഓഫ് 5 ഗുഡ് എംപറേഴ്സ്. ഈ 5 ഗുഡ് എംപറേഴ്സ് എന്ന് പറയുന്നത് നെർവ, ട്രാജൻ, പിന്നെ ഹാഡ്രൈൻ, ആന്റോണിനസ് പയസ്, മാർക്കസ് ഐരീലിയസ് എന്നൊക്കെയാണ് ഈ 5 ഗുഡ് എംപറേഴ്സ്. അവരെ 96 CE മുതൽ 150 CE വരെ വളരെ വലിയ തോതിലുള്ള പീസും പ്രോസ്പെരിറ്റിയും സമാധാനവും ഐശ്വര്യം കൊടുത്തു എന്ന് കാണാൻ പറ്റും. പക്ഷെ ഇതിൻ്റെയൊക്കെ അവസാനം, ഈ എംപയറിന്റെ അവസാനം മാർക്കസ് ഔറേലിയസിന്റെ സമയം തൊട്ടാണ് എന്ന് കാണാൻ പറ്റും നമുക്ക്. ഇനി നമ്മൾ നോക്കുമ്പോൾ ലേറ്റ് എംപയറിന്റെ അവസാന കാലഘട്ടം അതിന്റെ ഇൻസ്റ്റെബിലിറ്റിയും ഡിക്ലൈൻ ഒക്കെയാണ് നോക്കുന്നത്. ഡിക്ലൈൻ ഓഫ് ദ എംപയർ സെറ്റ് ഡ്യൂറിംഗ് ദ ക്ലോസിംഗ് ഇയർ ഓഫ് 2nd century CE. 200 CE അവസാനം തൊട്ടാണ് നശിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. 300 CE പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റികൾ എന്തൊക്കെയായിരുന്നു, 300 CE എന്തൊക്കെ നടന്നു, എന്തൊക്കെയാണ് ഡിക്ലൈന് കാരണമായിട്ടുള്ളത് നമുക്ക് നോക്കാം. 3rd century CE, അതായത് 300 CE വളരെ തോതിലുള്ള ഇൻസ്റ്റെബിലിറ്റി സംഭവിക്കുന്നുണ്ട്. 235 CE 284 CE മോർ ദാൻ 50 എംപറേഴ്സ്, അതായത് 50നേക്കാൾ കൂടുതൽ എംപറേഴ്സും അവരുടെ എന്താണ് പിൻ തുടർച്ച അവകാശികളും ഡിഫറെന്റ് ആർമീസും എന്താണ്, അതായത് 235 CE 284 CE വരെ 50ൽ കൂടുതൽ രാജാക്കന്മാരും അവരുടെ പിന്തുടർച്ച അവകാശക്കാരെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രയും കൂടുതൽ പ്രശ്നങ്ങൾ, അത്രയും കൂടുതൽ രാഷ്ട്രീയപരമായിട്ട് അരാജകത്വം അവിടെ നിന്നിരുന്നു എന്ന് കാണാൻ പറ്റും. വിത്തിൻ ദ എംപയർ വേരിയസ് ഡിസാസ്റ്റർ ഒക്കേർഡ്. പലതരത്തിലുള്ള ദുരന്തങ്ങൾ അവിടെ ഉണ്ടാകുന്നതാണ് കാണാൻ പറ്റും. ജർമാനിക് ട്രൈബ്സിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള റെയ്ഡുകൾ, അറ്റാക്ക് ഈ റോമൻ ആർമിയെ പിടിച്ചു കുലുക്കുന്നത് കാണാൻ പറ്റും. ജർമാനിക് ട്രൈബ്
റോമൻ എംപയറിനെ പല പ്രാവശ്യം ഇതുപോലെ വരുന്ന കാണാൻ പറ്റും. അതായത് ഈ ഫ്രാങ്ക്സ് എന്നൊക്കെ പറയുന്ന ജർമ്മനിക് ട്രൈബ് ഈ ഗോൾ, സ്പെയിൻ എന്നീ റോമൻ എംപയറിന്റെ അധീനമുള്ള സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവുകയും അത് അറ്റാക്ക് ചെയ്യുന്നതും കാണാൻ പറ്റും. അലാമനി, എ ജർമ്മനിക് ട്രൈബ് ഫ്രം അപ്പർ റൈൻ മാർച്ച് ഇൻടു ഇറ്റലി. അലാമാനി എന്ന് പറയുന്ന ഒരു ജർമ്മനിക് ട്രൈബ് ഇറ്റലിയുടെ അപ്പർ റൈനിൽ നിന്നും ഇറ്റലിക്ക് മാർച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയുള്ള വേറൊരു ട്രൈബാണ് ഏഷ്യ മൈനർ ഭാഗത്തു നിന്നുള്ള ഗോത്ത്. അത് അവര് ഏഷ്യ മൈനറിൽ സോറി അവരെ സമുദ്രം മറികടന്ന് ഏഷ്യ മൈനർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എംപയർ എക്സ്പീരിയൻസ് ഡൊമസ്റ്റിക്, അതായത് ഫോറിൻ ഇൻവേഷൻ മാത്രമല്ല, അതായത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കാണാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ, അതായത് ജർമ്മാനിക് ട്രൈബിന്റെ പ്രശ്നങ്ങളും ഇന്റേണൽ കലഹങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും പുതിയൊരു എംപയറിന് രൂപം കൊടുക്കാൻ കാരണമായി എന്ന് കാണാൻ പറ്റും. സിവിൽ വാർ ഇൻ ദ റോമൻ എംപയർ ബിഗാൻ ടു സബ്സീഡ് വിത്ത് ഡയോക്ലീഷ്യൻ കമ്മിങ് പവർ ഇൻ 284 CE. 254 CE ഡയോക്ലീഷ്യൻ ചക്രവർത്തി വരികയാണ്. ഡയോക്ലീഷ്യൻ ആർമിനെ ശക്തിപ്പെടുത്താൻ നോക്കി. അങ്ങനെ ആ ഒരു ഇതിന്റെ ഫലമായിട്ട് സോൾജേഴ്സ് ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്, വേറൊരു ക്ലാസ് ആയിട്ട് മാറി. അത് നമ്മൾ പറഞ്ഞു, സ്വത്ത്, ഭൂമി കൈവശമുള്ള അരിസ്റ്റോക്രസി ആണെന്ന് പറഞ്ഞു. ഭയങ്കര പവർഫുൾ. ഈ ഭൂമി കൈവശമുള്ള അരിസ്റ്റോക്രസിയെക്കാളും പവർഫുൾ ആയിട്ട് ഈ ഡയോക്ലീഷ്യന്റെ സ്ട്രെങ്തൻ ചെയ്തെടുത്ത ആർമി വരാൻ തുടങ്ങി. സെനറ്റിന്റെ എല്ലാ പവറും ഡയോക്ലീഷ്യന്റെ സമയത്ത് പോകുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഡയോക്ലീഷ്യൻ ബിലീവ്ഡ് ദ എംപയർ വാസ് ടു ലാർജ് ഫോർ എ സിംഗിൾ റൂളർ. ഈ ഡയോക്ലീഷ്യൻ മനസ്സിലാക്കാണ് ഒരു രാജാവിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടെട്രാർക്കി കൊടുക്കുകയാണ്. എന്താണ് ടെട്രാർക്കി? 4 റൂളേഴ്സ് ഉള്ള ഒരു കമ്മിറ്റി, അതാണ് ടെട്രാർക്കി. അപ്പോൾ ഈ 4 റൂളേഴ്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഭരിച്ച് ഏകാധിപതിയായിട്ട് ഉണ്ടാകുന്ന ആശയമില്ല. 4 പേര് യൂണിറ്റിൽ ഭരിച്ചാൽ ഈ രാജ്യം നല്ല സുസ്ഥിരമായിട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഡയോക്ലീഷ്യൻ വിശ്വസിക്കുകയാണ്. നമുക്ക് നോക്കാം അത് എങ്ങനെ ഉണ്ടായെന്ന്. അങ്ങനെ അദ്ദേഹം മാക്സിമിയനും അഗസ്റ്റസിനെയും സ്വീകരിക്കുകയാണ് ടെട്രാർക്കിലോട്ട്. കൂടാതെ ഗലേറിയസിനെയും കോൺസ്റ്റന്റീൻസ് ക്ലോറസിനെയും എടുക്കുവാണ്. ഈ 305 CE ഡയോക്ലീഷ്യൻ ആൻഡ് മാക്സിമിയൻ abdicated and 2 Caesars were promoted to Augustus with 2 new Caesars. Constantius and Maximinus appointed, forming the second tetrarchy. ഇനി കോൺസ്റ്റന്റൈൻ 1 പറ്റി നമുക്ക് നോക്കാം. ആഫ്റ്റർ ഡയോക്ലീഷ്യൻസ് അബ്ഡിക്കേഷൻ ഡിസോർഡർ റെയിൻഡ് അൺടിൽ കോൺസ്റ്റന്റൈൻ 1. ഡയോക്ലീഷ്യന്റെ അബ്ഡിക്കേഷൻ, തിരസ്കാരത്തിന് ശേഷം ഡിസോർഡർ വരെയാണ് കോൺസ്റ്റന്റൈൻ 1 വരെ. ഈ കോൺസ്റ്റന്റൈൻ 1 ആണ് ഇനി പീസും സമാധാനവും പ്രോസ്പെറിറ്റിയും തിരിച്ചുകൊണ്ടിരുന്നത്. അതെങ്ങനെയാണ്? കോൺസ്റ്റന്റൈൻ ഡിഫീറ്റഡ് റൈവൽ ആർമി കമാൻഡേഴ്സ്, എലിമിനേറ്റിംഗ് ക്ലൈമൻസ് ടു പവർ ബിറ്റ്വീൻ 309 to 313. ബൈ 313 ആകെ 2 എംപറേഴ്സ് റിമെയിൻ ചെയ്തിട്ടുള്ളൂ. അത് കോൺസ്റ്റന്റൈൻ ഇൻ വെസ്റ്റും ലിസീനിയസ് ഇൻ ദ ഈസ്റ്റ്. വെസ്റ്റില്, അതായത് പടിഞ്ഞാറില് കോൺസ്റ്റന്റൈനിലും കിഴക്ക് ലിസീനിയസ് ആയിരുന്നു ഈ ടെട്രാർക്കിൽ ബാക്കിയിരുന്ന രാജാക്കന്മാര്. 324 കോൺസ്റ്റന്റൈൻ ലിസീനിയസിനെ എലിമിനേറ്റ് ചെയ്തു, അതായത് കൊന്നു കളഞ്ഞു. എന്നിട്ട് ഈസ്റ്റും വെസ്റ്റും ഒരുമിച്ച് കൊണ്ടുവന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. എന്നിട്ട് കോൺസ്റ്റന്റൈൻ ക്യാപിറ്റൽ എംപയറിന്റെ ഈസ്റ്റ് ഭാഗത്തോട്ട് കൊണ്ടുവന്നു. റീബിൽഡിംഗ് ബൈസാന്റിയം ആൻഡ് റീനെയിമിംഗ് ഇറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് മോഡേൺ ഡേ ഇസ്താംബുൾ ആണ്. This relocation marked the end of Rome's political significance, and Constantine embraced Christianity, repudiating Rome's pagan and republican tradition. ഇങ്ങനെ കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതം റോമിന്റെ ഒഫീഷ്യൽ മതമായിട്ട് കൊണ്ടുവന്നതായിട്ട് കാണാൻ പറ്റും. ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ എംപയർ എൻറ്റേർഡ് ബൈസാന്റൈൻ ഫേസ്, അതായത് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ നമ്മൾ പറഞ്ഞ വെസ്റ്റും ഈസ്റ്റുമായിട്ട് രണ്ടായിട്ട് മാറി. അതിൽ ഈസ്റ്റേൺ ഭാഗത്തിന്റെ കിഴക്ക് ഭാഗത്തിന് ബൈസാന്റൈൻ ആയിട്ട് മാറുകയാണ് എന്ന് കാണാൻ പറ്റും. ഇനി എങ്ങനെ ഈ എംപയറിന്റെ ഡിക്ലൈനിന്റെ കാരണം അത് എന്തായിരുന്നു നോക്കാം. കൊളാപ്സ് ഓഫ് ദ വെസ്റ്റേൺ റോമൻ എംപയർ വാസ് എ ഗ്രാജുവൽ പ്രോസസ്. വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ഡിക്ലൈൻ ഒരു സ്ലോ പ്രോസസ് ആയിരുന്നു. ജർമാനിക് ട്രൈബ്, നമ്മൾ മുമ്പ് പറഞ്ഞ പലതരത്തിലുള്ള ജർമാനിക് ട്രൈബുകൾ വന്നു. ഫ്രാങ്ക്, ഗോൾ എന്ന സ്ഥലത്ത് ആംഗ്ലോ സാക്സൺസ് ഇംഗ്ലണ്ടും ഏറ്റെടുത്തു. ലംബാർഡ് എന്ന് പറയുന്ന ഒരു ട്രൈബ് റോമിന് സിറ്റിന് ചുറ്റും വലം ചെയ്ത് അവർ കീഴ്പ്പെടുത്തി. 476 CE അവസാനത്തെ രാജാവും ഈ റിമൂവ് ചെയ്ത് പകരം ഒരു ബാർബറിക് അല്ലെങ്കിൽ ഒരു ബാർബറിക് ഗോത്രത്തിലെ ഒരു ചീഫ് വന്നിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ട്രഡീഷണലി ദ ഫോൾ ഓഫ് റോം ആൻഡ് വെസ്റ്റേൺ എംപയർ ഇസ് കൺസിഡർഡ് ദ എൻഡ് ഓവർ എ മില്ലേനിയം ഓഫ് റോമൻ ഹിസ്റ്ററി. അങ്ങനെ ഈ നൂറ്റാണ്ടുകളുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ ആ ഗ്ലോറി അവിടെ തീരുകയാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ തീം 1 യൂണിറ്റ് 1നെ കുറിച്ച് പറയുമ്പോൾ 1ൽ നമ്മള് ഡിസ്കസ് ചെയ്തത് പൊളിറ്റിക്കലി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്, പൊളിറ്റിക്കലി ഉണ്ടായിട്ടുള്ള ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങളും. റിപ്പബ്ലിക് ആവുന്നു, എംപയർ ഉണ്ടാകുന്നു, പല രാജാക്കന്മാർ വരുന്നു, ആ രാജാക്കന്മാരുടെ റിഫോംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പാക്സ് റൊമാന, അഗസ്റ്റസിന്റെ റിഫോംസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാമാണ് നമ്മൾ ഈ തീമിൽ, ഈ തീം 1 യൂണിറ്റ് 1 നമ്മൾ പഠിക്കുന്നത്. താങ്ക് യു.